സിവിൽ കേസുകൾ ധാരാളം സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് അതിലൊരു അന്തിമ തീർപ്പ് ഉണ്ടാകുന്നത്. ഒരു സിവിൽ കേസിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് കോടതിയിൽ അന്യായം സമർപ്പിക്കുന്നത് മുതലാണ്. അപ്പോൾ എന്താണ് അന്യായം എന്ന് പറയുന്നത്? അന്യായം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അന്യായക്കാരനും പ്രതിയും ആരാണെന്ന് മനസ്സിലാവണം. ഒരു സിവിൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ അന്യായക്കാരനെന്നും, ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ഡിഫെൻഡൻറ്റ് അഥവാ പ്രതി എന്നും പറയുന്നത്. അപ്പോൾ ഒരു കേസിൽ അന്യായക്കാരൻ കോടതിയിൽ തൻ്റെ പരാതി എഴുതി തയ്യാറാക്കി സമർപ്പിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് പ്ലെയിൻറ്റ് അഥവാ അന്യായം എന്ന് പറയുന്നത്. അപ്പം അന്യായക്കാരൻ തൻ്റെ പ്ലെയിൻറ്റിൽ അഥവാ അന്യായത്തിൽ മെറ്റീരിയൽ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിരിക്കണം. അതായത് ആ കേസിന് ആസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിനർത്ഥം നീട്ടിപ്പരത്തി പറയരുത്, പ്രധാനപ്പെട്ട കണ്ടൻസ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതിൽ യാതൊരു കോടതിയെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് അത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് വളരെ വിശദമായ രീതിയിലും വ്യക്തമായ രീതിയിലും എന്നാൽ നീട്ടിപ്പരത്താത്ത രീതിയിലുമാണ് ഒരു അന്യായം ഉണ്ടായിരിക്കേണ്ടത്. അതിൽ കോടതിയിൽ നിന്നും ഏത് രീതിയിലുള്ള പരിഹാര മാർഗമാണ് അന്യായക്കാരൻ പ്രതീക്ഷിക്കുന്നത് എന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കൂടാതെ ഏത് കോടതിയിലാണ് ആ കേസ് ഫയൽ ചെയ്യുന്നത്, അന്യായക്കാരൻ്റെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പ്രതിയുടെ പേര്, മറ്റ് വിശദ വിവരങ്ങൾ, അഡ്രസ്സുകളൊക്കെ ഒരു അന്യായത്തിൽ ഉണ്ടായിരിക്കും. അപ്പം അതുപോലെ തന്നെ അന്യായക്കാരന് ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പം മറക്കണ്ട, ഒരു അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുന്നത് മുതൽക്കാണ് ഒരു സിവിൽ കേസ് ആരംഭിക്കുക.